കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം 100 കോടിയിലധികം രൂപയുടെ നാശമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. ഇതിൽ 13 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം കാർഷിക മേഖലയിലാണ്. കുട്ടനാട്ടിൽ നെൽകൃഷിയിൽ മാത്രം വ്യാപകമായ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയും 100 കണക്കിന് ഏക്കർ നെൽകൃഷിയാണ് ഭീഷണിയിലുള്ളത്. 5 പേർ ഇതുവരെ ജില്ലയിൽ മരണപ്പെട്ടു. ഓരോ രാത്രി പകലാകുമ്പോഴും കുട്ടനാട്ടിലെ കർഷകരുടെ നെഞ്ചിൽ തീയാണ്. കാരണം നേരം പുലരുമ്പോൾ ഇതുപോലത്തെ മനോഹരമായ പാടശേഖരങ്ങൾ വെള്ളം കയറിയ നിലയിലാണ് കാണാൻ സാധിക്കുന്നത്. തോട്ടപ്പള്ളി ഈ സ്പീൽവേല മണ്ണ് 300 മീറ്ററോളം നീക്കുമായിരുന്നു. 19 ശേഷം ഈ 26 വരെ അത് നീക്കുമായിരുന്നു. ഈ 19 ശേഷം ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. ഈ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇവർ ചെയ്യുന്നില്ല. ഈ സർക്കാർ ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ചെയ്യേണ്ട മുൻകരുതലുകൾ ചെയ്യില്ല. വെള്ളപ്പൊക്കയുടെ കാര്യമില്ല. ഇപ്പോൾ മട വീണ് ഈ അവിടെ മട വീണിട്ട് ഞാൻ ഇപ്പോൾ ഒരു മട കുത്തിയിട്ട് വരുമായിരുന്നു. ഇത് ഒരു കായലാണെന്നാണ് കാണുന്നവർക്ക് തോന്നുന്നത്. പക്ഷേ 22 ദിവസം പ്രായമായ നെൽച്ചെടികളാണ് 200 ഏക്കർ വരുന്ന ഈ കൃഷിയിടത്തിൽ ഇപ്പോൾ മുങ്ങിക്കിടക്കുന്നത്. ഇത് സംരക്ഷിക്കുന്നതിനുള്ള തന്ത്രപ്പാടിലാണ് ഇവിടുത്തെ കർഷകർ. കുട്ടനാട്ടിൽ നിന്നും കൃത്യമായിട്ട് വെള്ളം കടലിലൂടെ ഒഴുകിപ്പോകാതിരുന്നതാണ് ഇത്രയധികം കുട്ടനാട്ടിലെ കർഷകരെ ദുരിതത്തിലാക്കുന്നതിന് കാരണമായത്. ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കർഷകർ തന്നെ പറയും. ഇപ്പോഴും വെള്ളം കൊണ്ട് വിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. കാശുകൾ കൊണ്ടുപോകാനോ കാര്യം ഇതേ ആശ്രയിച്ച് ജീവിക്കുന്നുമല്ലേ. നമ്മളെ നമ്മളെ വളർത്തുന്ന മക്കൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്നോട് ഞാൻ സംരക്ഷിക്കണ്ടേ. കഴിഞ്ഞ കൃഷി ചെയ്തിട്ട് ഓരോ കിലോ നെല്ലാണ് കിട്ടിയത്. അങ്ങനെ തകർന്ന് നിൽക്കുക. ഇതും കടവും വിലയും മേടിച്ച് ഇതിനും പാളിച്ച പറ്റി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് മരിക്കും. സാറിനോട് മേടിച്ചാൽ തരണ്ടേ. ആളുകളെല്ലാം ആ പാടെ പ്രയാസത്തിലിരിക്കുക. 2019 വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ അതിനുശേഷം ഇതേ കണക്കൊരു വെള്ളപ്പൊക്കം ഇപ്പോൾ ആദ്യമാണ് ഉണ്ടാകുന്നത്. ഇന്നത്തേക്ക് വേണ്ട 20-25 ദിവസമായ ഞാറാണ്. ഈ വെള്ളം കയറി ഇങ്ങനെ കവിഞ്ഞെങ്കിൽ പോലും ഈ വെള്ളം പറ്റിച്ചാൽ രക്ഷപ്പെടുമെന്നുള്ളൊരു കരുതലോടുകൂടി ഒരു കണക്കുകൂട്ടിന് ഞങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷ വളരെയേറെ ഇല്ല. ഇതൊന്നും എല്ലാം ഇപ്പം തന്നെ കടമാണല്ലോ. ഇപ്പം തന്നെ കടമാണ്. ഞാൻ എൻ്റെ കാര്യം വ്യക്തമായിട്ട് പറയുക. എനിക്ക് ഇപ്പം തന്നെ ഒരു 30-30,000 രൂപ ബാധ്യത പുറത്ത് കൃഷി തുടങ്ങിയപ്പോൾ തന്നെ. ഇതിൽ കൂടുതൽ എന്നാ പറയാൻ. ഇതൊക്കെയാണ് അവസ്ഥ. ഈ തണ്ണീർമുക്കവും ഈ തോട്ടപ്പള്ളിയുടെ അവിടെയൊക്കെ അത് നല്ല രീതിയിലൊന്ന് തുറന്നു വെച്ചിരുന്ന ഈ പാടത്ത് തന്നല്ല, ഇവിടെ ഈ അടുത്ത വട്ടത്ത് ഇതുപോലെ വെള്ളം കയറിയ 1-2 പാടത്തൊന്നും ഇത്രയും വെള്ളം കയറത്തില്ലായിരുന്നു. ഞങ്ങൾ വെച്ചിട്ട് 10 രൂപയായി. രണ്ടിപ്പം വെള്ളം കയറി മുങ്ങി. എല്ലാം ഒരുപ്പോൾ പോയി. ഞങ്ങളുടെ മോരം പോയി, ജോലി ചെയ്ത് എല്ലാം പോയി. ഇനി ഇത് പറ്റി വന്നാലും ഞങ്ങൾക്കൊന്നും കിട്ടത്തില്ല. ഞങ്ങൾ രണ്ടാം വിതയ്ക്കണം. വിതച്ച് വെള്ളം കിട്ടിയും വരാം. പിന്നെ വെറുതെ ഞങ്ങളുടെ കാശും പോയി. ആരോട് പറയാനോ. കൃഷിനാശത്ത് പോകും. പറ്റിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരിസരവാസികളെ കൂടെ നോക്കണ്ടേ. അവരുടെ വീടുകളിലെല്ലാം വെള്ളം കയറുകയല്ലേ. കാശ് പോയി കോടികളുടെ ഇപ്പം തന്നെ പാടശേഖരത്തിന് വൻപിച്ച നഷ്ടത്തിൽ. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കുട്ടനാട്ടിൽ ജലനിരപ്പ് താഴാത്ത ഒരു സാഹചര്യമാണുള്ളത്. തോട്ടപ്പള്ളി വഴി കൃത്യമായിട്ട് വെള്ളം ഒഴുകിപ്പോകുന്നില്ല എന്നുള്ളതാണ് ഇതിന് പ്രധാന കാരണം. ഇപ്പോൾ ഈ കാണുന്ന ആയിരക്കണക്കിന് ഏക്കർ വരുന്ന നെൽകൃഷി ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. 40-50 ദിവസം പ്രായമായ നെൽച്ചെടികളാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ വ്യാപകമായ രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ അനസമാനൊപ്പം ഷാജഹാൻ.